ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു യാത്ര പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ വാഗമണിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലബിൻ്റെ വാർഷിക ടൂറാണ്. യുവദർശന ബോട്ട് ക്ലബിൻ്റെ എല്ലാ വർഷവും ഞങ്ങൾ പോകുന്ന ടൂറാണ്. സാധാരണ എല്ലായിടത്തും നമ്മൾ വീഗാലാൻഡിലും ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇത്തവണ വള്ളംകളി സീസണൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വാഗമണിലേക്ക് പോകാനും പിന്നെ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ തന്നെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും എല്ലാം. അപ്പോൾ നമ്മുടെ ക്ലബ്ബിലെ അംഗങ്ങളൊക്കെ കൂടി തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുകയും അപ്പോൾ അതിൻ്റെ രസകരമായ വീഡിയോകളും കാര്യങ്ങളുമൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഞങ്ങൾ പുറപ്പെടാൻ തയ്യാറാകുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ മുന്നോട്ട് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ആസ്ഥാന ഗായകൻ അനീച്ചൻ അളിയൻ പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട്. വണ്ടി ഏകദേശം ഒരു 10 കിലോമീറ്റർ പിന്നിട്ടപ്പോഴാണ് മെയിൻ കറി എടുത്തില്ലെന്ന്. പിന്നെ ഓട്ടോ വിളിച്ച് സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. ആവേശത്തോടെ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന 10 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുറകിൽ നിന്ന് വിളി വന്ന്, എടാ കറി വീട്ടിൽ ഇരിക്കുവാന്ന്. രണ്ടാമത് ഓട്ടോ വിളിച്ച് ഞങ്ങളുടെ ഓട്ടോക്കാരെ ഞങ്ങളെ ഫുഡ് ഇവിടെ എത്തിച്ച സുരച്ചേട്ടന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. രസകരമായ സംഭവം. ഇതാണ് നമ്മുടെ ക്ലബിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഇതാണ് യുവദർശന ബോട്ട് ക്ലബിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി. അപ്പോൾ നമ്മളിപ്പോൾ പാലായിലെത്തിയിട്ടുണ്ട്. പാലാ ബസ് സ്റ്റാൻഡിന് വാതിക്കൽ ഒരു കരോത്സംഘത്തെ കണ്ടു. പാലാ റോട്ടറി ക്ലബിൻ്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും ആഭിമുഖ്യത്തിൽ എന്തോ പരിപാടിയാണത്. പാലാ റോട്ടറി ക്ലബും
അവിടെ ഇവിടെയൊക്കെ നിർത്തി ഏകദേശം ഒരു 8:20 ആയപ്പോഴത്തേക്കും നമ്മുടെ വാഗമണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ റൂം എവിടെയായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ സൈഡിലേക്ക് പോവുകയാണ്. വാഗമൺ ടൂറിസ്റ്റ് ഹോമിൻ്റെ സൈഡിലോട്ട് ഒരു ഹോം സ്റ്റേ ഉണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഏകദേശം ഞങ്ങളൊരു 50 പേരടുത്ത് ക്ലബ്ബിലെ എല്ലാവരും ഉണ്ട്. കുറച്ച് പേരോട് വരാനുണ്ട്. അവർ കാറയിലൊക്കെ ആയിട്ട് വൈകിട്ട് വരും. അപ്പം ഞങ്ങൾ നടന്ന് ഫുഡും കാര്യങ്ങളും വണ്ടിയിൽ നിന്ന് ഇറക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ടൂറിസ്റ്റ് ഹോമിലേക്ക് വന്ന് നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇന്ന് അടിച്ചു പൊളിക്കാൻ പോകുന്ന ടൂറിസ്റ്റ് ഹോം. താഴെ ഒരു ഓഫീസും അതിന് മുകളിലായിട്ട് 2 നിലയിലായിട്ട് നമുക്ക് റൂമുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം 50 പേര് മൊത്തത്തിലുണ്ട്. ഇപ്പം ബസ്സിൽ വന്നവരെയും കൂടി കൂട്ടി വരാനുള്ളവരെ കൂട്ടി ഒരു 50 പേരടുത്തുണ്ട്. എന്നാലും എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഒരു കുഴപ്പം. നേരത്തെ നമ്മൾ ഇവിടുത്തെ ക്ലബ്ബിലെ പിള്ളേരൊക്കെ അല്ലാതെയൊക്കെ ടൂർ വരുമ്പോൾ ഇവിടെയാണ് വരാറുള്ളത്. അങ്ങനെ അവർ നേരത്തെ പരിചയമുള്ളതുകൊണ്ട് നമുക്ക് റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ പോരുമ്പോൾ കുറച്ച് ഫുഡൊക്കെ റെഡിയാക്കിയായിരുന്നു. അപ്പം അതുകൂടാതെ ഇന്ന് വൈകിട്ട് കഴിക്കാനുള്ളത് ചപ്പാത്തി, ബീഫ് കറി, പിന്നെ നമ്മുടെ ഗ്രില്ല് ചിക്കൻ. അപ്പം നമുക്കത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം കൊണ്ടുവന്ന പച്ചക്കറി കാര്യങ്ങളൊക്കെ നമ്മൾ അടുക്കി വെക്കുകയാണ്. അപ്പം നമ്മളെ കുക്കിംഗ് പരിപാടിയൊക്കെ നമ്മൾ ബാക്കി അവിടുന്ന് പകുതി കറിയൊക്കെ വെച്ചു. പിന്നെ കുറച്ച് കാര്യങ്ങളൂടെയൊക്കെ ചെയ്യാനുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ക്ലബിൻ്റെ ഷെഫ് ഷാഹുലിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അനീച്ചനാണിയൻ അവിടെ ഗാനമേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സർക്കുട്ടികാലിന് ചുറ്റും അരയിറങ്ങും മാമലൈ അരയിറങ്ങും മാമലൈ ആറുപൂവലൈ നീലിമലയിലും അപ്പോൾ നമ്മൾ ഇത്തവണ വന്നപ്പോൾ വാഗമണ്ണിൽ പ്രതീക്ഷിച്ചത്ര തണുപ്പൊന്നുമില്ല. നല്ല കാറ്റുണ്ട്. ഞങ്ങൾ തീയൊക്കെ പിടിപ്പിക്കാൻ ഈ ക്യാഫെയറിനുള്ള തീയൊക്കെ പിടിപ്പിക്കാൻ ശരം കാട് വിട്ട് അവരവിടെ ബാക്കി ഗ്രേവിയും കാര്യങ്ങളും കറിയൊക്കെ റെഡിയാക്കുമ്പോൾ ഞങ്ങളിവിടെ ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കുവാണ്.
നല്ല കാറ്റുള്ളതുകൊണ്ട് അത് തണുത്ത കാറ്റും കൂടി ആയതുകൊണ്ട് ഈ ഗ്രില്ല് കല്ല് പിടിക്കാൻ ചിലപ്പോൾ പിടിച്ചു എന്നിരുന്നാൽ പോലും ചൂടൊന്നിട്ട് സെറ്റായി വരുന്നതേ ഉള്ളൂ. നല്ല പാടുണ്ട്. ഈ കല്ലിങ്ങനെ തെറിക്കുന്ന കാരണം കയ്യിലൊക്കെ വന്നിരുന്ന് പൊള്ളുന്നുണ്ടായിരുന്നു. നല്ല ചൂടുള്ള കനലായിരുന്നു. കനൽ തെറിച്ച് വന്ന് കയ്യിലൊക്കെ വന്നുകൊണ്ട് പൊള്ളി വീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രില്ലടിക്കാനുള്ള ചിക്കൻ സ്പോൺസർ ചെയ്തേക്കുന്നത്, ക്ലബിന് സ്പോൺസർ ചെയ്തത് സുഗിനാണ്. ക്ലബിൻ്റെ അംഗമായിട്ടുള്ള സുഗിനാണ് സ്പോൺസർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ കൊണ്ടുവന്ന ചിക്കൻ, അതായത് ഗ്രേവിയിലൊക്കെ കുളിപ്പിച്ച് വെച്ചിരുന്ന ചിക്കൻ നമ്മളെടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഗ്രില്ലിലേക്ക് വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാട്ട് ഡാൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കറിയെല്ലാം റെഡിയായി. ഇപ്പം ചെറിയൊരു കറി ഒന്ന് ഗ്രേവി ആക്കുകയാണ്. അപ്പം എല്ലാവരും കഴിക്കാനായിട്ട് എല്ലാവരും താഴേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പം റെഡിമെയ്ഡ് ചപ്പാത്തിയാണ് മേടിച്ചത്. റോയൽ എന്നുള്ള കടയിൽ നിന്നാണ് മേടിച്ചത്. നമ്മുടെ ജിരാറ്റുപേട്ടയിലുള്ള റോയലിൽ നിന്നാണ് മേടിച്ചത്. അവർ നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. ചപ്പാത്തിയോടൊപ്പം ഗ്രില്ല് ചിക്കനും ബീഫ് കറിയാണ്. എല്ലാവരും ക്യൂ നിന്ന് ആഹാരം കഴിക്കാനായിട്ട് നിൽക്കുക. നമ്മുടെ ബസ്സിലെ 2 ചേട്ടന്മാരും വന്നിട്ടുണ്ട്. രണ്ടുപേരും നല്ല സഹകരണമായിരുന്നു നമ്മളോട്. ബസ് എവിടെയൊക്കെ നിർത്താൻ പറഞ്ഞു അവിടെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിർത്തി നമ്മളോട് സഹകരിച്ച്. അതായത് ചെറുപ്പക്കാരായതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് അവരൊരു മുഷിപ്പും കാണിക്കാതെ തന്നെ നമ്മളോട് നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട്.